നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മനുഷ്യരോട് മാത്രമായിരുന്നില്ല കരുണ കാണിച്ചിരുന്നത്. എല്ലാവിധ ജീവജാലങ്ങളോടും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കരുണ കാണിക്കാറുണ്ടായിരുന്നു. ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബികളോടൊപ്പം ഇങ്ങനെ യാത്ര ചെയ്യുന്ന സമയത്ത് ഒരു കിളിയെ കാണുകയാണ്. ആ കിളി അതിൻ്റെ ചിറക് ഇങ്ങനെ അടിക്കുന്നുണ്ട്. നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ പക്ഷിയുടെയും അതിൻ്റെ മക്കളുടെയും ഇടയിൽ വേർപിരിച്ചത്? സ്വഹാബികളിൽപ്പെട്ട ഏതോ ഒരു സഹാബിയായിരുന്നു ആ ഒരു മക്കളെ എടുത്തിട്ടുണ്ടായിരുന്നത്. അവർ പറഞ്ഞു, ഞങ്ങളാണ് എടുത്തത് നബിയെ. നബി തങ്ങൾ പറഞ്ഞു, ആ ഒരു കിളിയെ നിങ്ങൾ എവിടെ നിന്നാണോ എടുത്തത് അവിടെ തന്നെ നിങ്ങൾ കൊണ്ടുപോയി വെക്കണം. അതേപോലെ തന്നെ വേറൊരവസരത്തിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു കൂട്ടം ഉറുമ്പുകളെ ആരോ കത്തിച്ചതായിട്ട് ഇങ്ങനെ കണ്ടു. നബി തങ്ങൾ ചോദിച്ചു, ആരാണ് ഈ ഉറുമ്പുകളെ കത്തിച്ച് കളഞ്ഞത്? അപ്പോൾ സഹാബികൾ പറഞ്ഞു, ഞങ്ങളാണ് നബിയെ. തീയിനെ കൊണ്ട് ശിക്ഷിക്കാനുള്ള അധികാരം തീയിനെ പടച്ച അള്ളാഹുവിന് മാത്രമാണെന്ന് നബി തങ്ങൾ അപ്പോൾ മൊഴിയുകയുണ്ടായി. പിന്നീട് ഒരിക്കൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഒരു തോട്ടത്തിലൂടെ ഇങ്ങനെ നടന്നു പോവാണ്. അവിടെ നബി തങ്ങൾ ഒരു ഒട്ടകത്തെ കാണാണ്. ആ ഒട്ടകം നബി തങ്ങളെ കണ്ടപ്പോൾ നബി തങ്ങളുടെ അടുക്കലേക്ക് വന്ന് അതിങ്ങനെ കണ്ണ് നിറച്ചിട്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് എന്തോ പറയാൻ ഉദ്ദേശിക്കുന്നത് പോലെ നബി തങ്ങൾ അതിൻ്റെ ശരീരത്തിലെ ഭാഗങ്ങളിലൂടെ ഇങ്ങനെ തടവി കൊടുത്തു. അപ്പോഴാണ് ആ ഒട്ടകം കരച്ചിൽ നിർത്തുന്നതും ശാന്തനാവുന്നതും. അതിനുശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ചോദിക്കുകയാണ്, ആരാണ് ഈ മൃഗത്തിൻ്റെ ഉടമസ്ഥൻ? ആരാണ് ഈ ഒട്ടകത്തിൻ്റെ യഥാർത്ഥ ഉടമസ്ഥൻ ആരാണ്? അപ്പോൾ അൻസാരികളിൽപ്പെട്ട ഒരു സഹാബി വന്നിട്ട് പറയാണ്, നബിയെ, അത് എൻ്റെ ഒട്ടകമാണ്, ഞാനാണ് അതിനെ വളർത്താറുള്ളത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആ അൻസാരിയോട് ചോദിക്കുകയാണ്, നീ എന്തുകൊണ്ടാണ് ഈ ഒരു ഒട്ടകത്തിൻ്റെ വിഷയത്തിൽ അള്ളാഹുവിനെ പേടിക്കാത്തത്? ഈ ഒരു മൃഗം എന്നോട് പരാതി പറഞ്ഞത് നിങ്ങൾ ഈ മൃഗത്തിന് വേണ്ട രീതിയിൽ ഭക്ഷണം നൽകുന്നില്ല എന്നും അതുപോലെ തന്നെ നിങ്ങൾ ഈ മൃഗത്തിനെ ആവശ്യത്തിലധികം ഭാരം നൽകി ബുദ്ധിമുട്ടിക്കുന്നുണ്ട് എന്ന് കൂടിയുള്ളതാണ്. അതുകൊണ്ട് ഈ ഒരു മൃഗത്തിൽ നിങ്ങൾ അള്ളാഹുവിനെ സൂക്ഷിക്കുക.